സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ തുഹ്സിനൂ ഇലൈഹിന്ന ഫീ കിസ്വതിഹിന്ന വതആമിഹിന്ന. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഓ ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്നതോടൊപ്പം നല്ല വസ്ത്രം കൂടി നൽകണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്രയോ ഭാര്യമാരാണ്, എത്രയോ സഹോദരിമാരാണ് ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ പുതുവസ്ത്രമില്ല, ഒരു വീട്ടിലേക്ക് പരമാസോട് കൂടാൻ, അവരുടെ വീട്ടിലേക്കൊന്ന് പോകാൻ നല്ല ഒരു പുതുവസ്ത്രമില്ല, നല്ല ഭംഗിയുള്ള വസ്ത്രമില്ല, നല്ല മുഞ്ചുള്ള വസ്ത്രമില്ല, തേച്ചു കുളിക്കാൻ നല്ല സോപ്പില്ല, മണസോപ്പില്ലാത്ത അവസ്ഥയില്ലയോ. അലക്കാനും അവർക്ക് തുണി തേക്കാനും അവർക്ക് നല്ല ഒരു ജീവിത ചുറ്റുപാടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരുപാട് ആശിച്ചുകൊണ്ടാണ് നിന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിനക്ക് അല്ലാഹു നൽകിയ സമ്പത്തിന്റെ തോതനുസരിച്ച് ഭാര്യമാർക്ക് മക്കൾക്ക് നീ ചെലവഴിക്കട്ടെ. لينفق ذو سعة من سعته وما قدر عليه فلينفق مما آتاه الله لا يكلف الله نفسا إلا ما آتاها سيجعل الله بعد عسر يسرا. അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമാക്കുകയാണ്, പണമുള്ള ആളുകൾ അവന്റെ പണത്തിന്റെ സ്രോതസ്സനുസരിച്ചുകൊണ്ട് അവന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക്, കുടുംബാദികൾക്ക്, മക്കൾക്ക് അന്നം കൊടുക്കട്ടെ, അവർക്ക് വസ്ത്രം നൽകട്ടെ. لينفق ذو سعة من سعته وما قدر عليه فلينفق مما آتاه الله. പണമില്ലാത്തതായ ആളുകൾ, കൂലിപ്പണിക്കാരായ സഹോദരങ്ങൾ, അവന്റെ കൂലിപ്പണിയിലൂടെ കിട്ടുന്ന ദൈനംദിന ജീവിതത്തിൽ അവൻ സമ്പാദിക്കുന്ന സ്വത്തിൽ നിന്ന് അല്പാൽപമായിട്ട് അവന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കട്ടെ. എത്രയെത്ര ആളുകളാണ് സ്വന്തം വയറ് നിറയ്ക്കാൻ താല്പര്യം വെക്കുന്നവർ, സ്വന്തം കുടുംബത്തെ മറക്കുന്നവർ, സ്വന്തം ഭാര്യയെ മറക്കുന്നവർ, സ്വന്തം ഉമ്മയെ മറക്കുന്നവർ, സ്വന്തം ഉപ്പയെ മറക്കുന്നവർ, സ്വന്തം ബീജത്തിൽ ജനിച്ചതായ മക്കളെ മറക്കുന്നവർ. വൈകുന്നേര സമയമാകുമ്പോ കൂട്ടുകാരും ഒന്നിച്ച് വാഹനത്തിൽ ഏതെങ്കിലും കുഴിമന്തി റെസ്റ്റോറന്റിൽ പോയി സുഭിക്ഷമായി ആഹാരം കഴിക്കുന്ന സഹോദരാ, നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ നിനക്ക് വേണ്ടി ഭക്ഷണ തളികയുമായി നിൽക്കുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖം നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ അതാണ് വ്യക്തമാക്കിയത്. ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടിയായ, ലോകം കണ്ട ഏറ്റവും വലിയ മോശപ്പെട്ടവനായ അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയത് ആരെയെന്നറിയണോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തരുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, കഫാ ബിൽ മർഇ ഇസ്മാ അയ്യുളയ്യ മൻ യഖൂത്. കഫാ ബിൽ മർഇ ഇസ്മാ അയ്യുളയ്യ മൻ യഖൂത്. ലോകം കണ്ട ഏറ്റവും മോശപ്പെട്ടവൻ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, കള്ളു കുടിച്ചവനെ പോലെ, വ്യഭിചരിച്ചവനെ പോലെ, ഹറാമാകുന്ന ഭക്ഷണങ്ങൾ ഭുജിച്ചവനെ പോലെ ഒരു വ്യക്തിയായി തീരുമത്രേ. കുറ്റത്തിനാൽ അവൻ മതി, അവൻ ഏറ്റവും വലിയ കുറ്റവാളിയത്രേ. ആരെന്നറിയുമോ? അവൻ ചെലവ് കൊടുക്കേണ്ട പ്രിയപ്പെട്ട മക്കൾക്ക്, അവൻ ചെലവ് കൊടുക്കേണ്ട പ്രിയപ്പെട്ട ഭാര്യ നോക്കാതെ, കുടുംബാദികളെ നോക്കാതെ, സ്വന്തം ഭാര്യ മറന്നിട്ട് അവരുടെ സൗന്ദര്യം പറയുമ്പോ അന്യ സ്ത്രീകളെ തേടിക്കൊണ്ട് പോകുന്ന സഹോദര, അന്യ സ്ത്രീകളുമായിട്ട് ശയ്യവലംബിക്കാൻ താല്പര്യം വെക്കുന്ന സഹോദര, അവനാണ് ലോകം
കണ്ട ഏറ്റവും വലിയ തെമ്മാടി, അവനാണ് ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളി എന്ന് നബിയുനാ റസൂലുള്ളാഹി. പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങളാണ് ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരെന്ന് വിനീതനറിയാം. അതുകൊണ്ട് കുമ്മന ഉസ്താദ് നിങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് ഓർമ്മപ്പെടുത്തുകയാ. നിങ്ങളുടെ ഭാര്യമാരെ സംതൃപ്തിപ്പെടുത്താൻ നിങ്ങൾ റിയാൽ സ്വന്തം മുടക്കിയിട്ടാണെങ്കിലും വർഷത്തിലൊരിക്കലെങ്കിലും അവരുമായിട്ടുള്ള വൈകാരിക തലം പരിഗണിക്കണേ. ഭക്ഷണം നിങ്ങൾ കൊടുക്കുന്നുണ്ടാകും, അമ്പരചുംബികളായ മണിമേടകൾ വെച്ച് കൊടുക്കുന്നുണ്ടാകും, സുന്ദരമായ ജീവിതം നിങ്ങൾ ആറാടുന്നുണ്ടാകും, മക്കൾക്ക് സുവിശമാകുന്ന പഠിപ്പിനുള്ള വിദ്യാഭ്യാസത്തിന് ഉതകുന്നതെല്ലാം കൊടുക്കുന്നുണ്ടാകും. പക്ഷെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു അത് മാത്രം പോരാ, അത് മാത്രം പോരാ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വൈകാരിക തലം കൂടി നീ പരിഗണിക്കണേ. വർഷത്തിലൊരിക്കൽ സൗദിയിലുള്ളവനോ ലണ്ടനിലുള്ളവനോ ഒമാനിലുള്ളവരാകട്ടെ, യുഎഇയിലുള്ളവരാകട്ടെ, ഖത്തറിലുള്ളവരാകട്ടെ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വൈകാരിക തലം പരിഗണിക്കണേ. അതെ, ഞങ്ങളുടെ കുടുംബത്തിന് അന്നം തേടി പുറപ്പെട്ടതാണ്, അതുകൊണ്ട് 5 വർഷം കൂടുമ്പോഴേ വരാൻ പറ്റൂ. പറ്റൂല. ഇസ്ലാം മതം നിഷ്കർഷിക്കുന്നത് 4 മാസമാ. എന്നാൽ ആ 4 മാസമല്ല, 5 മാസമല്ല, 6 മാസമല്ല, 7 അല്ല, 12 മാസം നീ തികച്ചാലും നിരന്തരമായി അവളുമായി ഫോണിലൂടെ ബന്ധം എപ്പോഴും ഉണ്ടാവണേ. അത് നിന്റെ ഭാര്യയുമായിട്ടുള്ള സ്നേഹം അദമ്യമാക്കാൻ ഉപകരിക്കണേ. ഈ വൈവാഹിക ജീവിതത്തിലേക്ക് നിന്റെ ഭാര്യയെ കൊണ്ടുവന്നിട്ട് പിന്നെ അവളുമായി വിളിയില്ല, അവളുമായി സംസാരമില്ല, നിനക്കിഷ്ടപ്പെട്ട രീതിയിൽ നീ നടക്കുകയാണെങ്കിൽ പൊന്നുമോനെ, ഈ കാലം നശിച്ചതാണ്. ഈ കാലം തന്നെയാണ് സാക്ഷ്യം നിന്റെ ഭാര്യ മോശപ്പെട്ടതാകുമേ. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. കഴിവന്മാര് ചുറ്റുകൊണ്ടേ മോശപ്പെട്ട പ്രവണതകളുമായി, മോശപ്പെട്ടതാകുന്ന ഫിലിമുകളുമായി, വാട്സാപ്പും പോക്കയും ഫേസ്ബുക്കും ഒക്കെ വികസിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് വല്ലാതെ കടന്നുകൂടിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, കൊച്ചു കുട്ടികളുടെ കൈകളിൽ പോലും മൊബൈൽ ഫോണിന്റെ തരംഗം വ്യാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ, വൈവാഹിക ജീവിതം കഴിയുന്ന പെൺകുട്ടികൾ പോലും സ്വന്തമാക്കാൻ താല്പര്യം വെക്കുന്ന ഈ കാലഘട്ടത്തിൽ ചിന്തിക്കണേ. നിസ്സാര വിഷയമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുവാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മറന്നിട്ട് നിനക്ക് ജന്മം നൽകിയ, നീ ജന്മം കൊടുത്തതായ നിന്റെ പ്രിയപ്പെട്ട മക്കൾ മറന്നിട്ട് നിനക്ക് ജന്മം നൽകിയതായ നിന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ മറന്നിട്ട് വനമുകളിൽ സന്യസിക്കാൻ പോയാലും, അത് ഏർവാടി ദർഗയിൽ പോയിരുന്നാലും, അത് ഭീമാപ്പള്ളി ഉറൂസിന് മാമാങ്കത്തിന് പോയാലും, പൊന്നുമോനെ അല്ലാഹുവിന്റെ അമലുകളെ സ്വീകരിക്കൂല. ആ അമലുകൾ മുഴുവനും ഖബറടക്കുമേ. അല്ലാഹുവിന് അത്തരത്തിലുള്ള അമലുകൾ വേണ്ട. ഏറ്റവും വലിയ അമല് നിന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധമാ. നിന്റെ ഭാര്യയുമായിട്ട് നീ ശയ്യ അവലംബിക്കുമ്പോ അവളുമായിട്ട് വൈകാരികമാകുന്ന രതിമൂർച്ചയും രതിക്രീഡയിൽ നീ ഏർപ്പെടുന്നതിൽ പോലും നിനക്ക് കൂലിയുണ്ട്, നിനക്ക് സദഖയുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. കഫാ ബിൽ മർഇ സമാ അയ്യവയ്യ ചെലവ് കൊടുക്കേണ്ട മക്കളെ മറന്നിട്ട്, ചെലവ് കൊടുക്കേണ്ട മാതാപിതാക്കൾ വാർദ്ധക്യ സഹജമായ രോഗത്തിന് അടിമപ്പെടുമ്പോ ആ പാവപ്പെട്ട വാപ്പയെ മറന്നിട്ട് അദ്ദേഹത്തിന് ട്രാൻസ്ലേറ്റ് കൊടുക്കാതെ നിന്റെ ഭാര്യ മാത്രം നീ സുഖിപ്പിക്കുകയാണെങ്കിൽ പൊന്നുമോനെ ഈ ലോകം കണ്ട തെമ്മാടിയാണെന്ന് നബിയുനാ